അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി കിങ് ഫിഷ് ഗ്രില്ലഡ്. ഇതൊരു 17 കിലോയുള്ള ഒരു കിങ് ഫിഷാണ്. ഇതിന് നമ്മൾ ഫുള്ളായി ഗ്രിൽ ചെയ്തെടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വൃത്തിയായി കഴുകിയെടുത്ത് നല്ല സൂപ്പർ മസാലയൊക്കെ തേച്ചിട്ടുണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് നമുക്കിതിനെ ഗ്രിൽ ചെയ്തെടുക്കാം. നല്ല വൃത്തിയായി കഴുകുക, നല്ല ക്ലീനാണല്ലേ മീൻ. നമ്മുടെ രതീഷൊക്കെ എത്തിയിരുന്നേട്ടാ. ഇതിൽ രതീഷ് ഇവിടെ ഉണ്ടാവും കുറച്ച് ദിവസം. വലിയ അഴുക്കൊന്നുമില്ലട്ടാ, നല്ല ക്ലീനാണ്. ക്ലീൻ മീൻ, നല്ല വൃത്തിയുള്ള മീനാണ്. കടലിൽ കിടന്ന് ഇന്നും കുളിക്കുന്ന മീനാണ്. സോപ്പിട്ട് വലിയ അഴുക്കോ കാര്യങ്ങളൊന്നുമില്ല. ബാക്കി നമുക്ക് മുട്ട ഉണ്ടാവുന്നല്ലേ? ഉണ്ടാവുമായിരിക്കും, ചിലപ്പോൾ മുട്ട ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആണാണെങ്കിലോ? ആണെങ്കിൽ മുട്ട ഉണ്ടായില്ല, മുട്ടയുണ്ട്. ഇതാ നല്ല വലിയ മുട്ട. മുട്ട അടിപൊളി ഫ്രൈ ചെയ്തതിന് അങ്ങനെ അടിപൊളി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. തട്ട് തികയില്ലല്ലേ? അതിൽ കൂടെ പൈപ്പ് കൂടി ചാർന്ന് ചാർന്നു. ഫ്രണ്ട് ഇവിടെ മതി. നമുക്കിതിൽ അടിപൊളിയായിട്ട് വരയിട്ടെടുക്കാം. നല്ല മസാല ഉള്ളിൽ പിടിക്കാൻ പറ്റും. നല്ല ഉള്ളു നല്ലോണം മീറ്റാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ലൈനിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിൻ്റെ മസാല റെഡിയാക്കാം. ഇത് നമുക്കിതിൻ്റെ മസാല മിക്സ് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പാകത്തിന് ഉപ്പ്, ഇത് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ച് ഇത് മിക്സ് ചെയ്യുക. എത്രയേ ഉള്ളൂ ഇതിൻ്റെ മസാല, ഇത്രയും ചേർക്കുള്ളൂ. നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ മസാല റെഡി ആയിട്ട് നമുക്ക് നമ്മുടെ മീനിൽ നല്ല അടിപൊളിയായിട്ട് തേച്ച് കൊടുപ്പിക്കണം. സൂപ്പർ മസാല അല്ലേ? ഗ്യാപ്പിലൊക്കെ ശരിക്ക് നല്ല വൈറ്റിനകത്തൊക്കെ നല്ല മസാല തേക്കണം. തിരിച്ചിട്ടോ. മസാലയിൽ ഇങ്ങനെ കുളിപ്പിച്ച് കിടത്തണം അതിനെ. എല്ലാം അവിടെ നല്ല മസാല അടിപൊളിയായിട്ട് കിട്ടല്ലേ? അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് മസാല തേച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടി നോക്കാം. നമുക്ക് ഇല വെച്ചിട്ടാണ് ഇതിന് ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടി നമ്മൾ ചെയ്യുന്നത്. നമുക്ക് പതുക്കെ എല്ലാം മടക്കാം. നല്ല വാഴയുടെ നാര് വെച്ചിട്ട് നല്ലോണം കെട്ടിയെടുക്കുന്നതിനെ. കമ്പി വെച്ച് കെട്ടുമ്പോൾ തോന്നില്ല രേഷേ? വേണ്ടി വരും. വാഴ നാരിൽ നിൽക്കും തോന്നില്ല എനിക്ക്. കമ്പി കൂടെ വെച്ച് കെട്ടണം കേട്ടോ. ഇതൊരു കമ്പിയും കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇത് വിട്ടുപോയിരിക്കണം. ഇത് ചിലപ്പോൾ വിട്ടുപോയാൽ പണിയാണ്. അതിലെ
അവിടെ ഇരിക്കട്ടെ, കുറച്ച് നേരം റെസ്റ്റിലിരിക്കട്ടെ. കരി നമുക്ക് കത്തിക്കാം. കർപ്പൂരമാണത്. പിടിക്കട്ടെ കരി. നമ്മുടെ കരി പിടിച്ചിട്ടുണ്ടല്ലേ. നമുക്കിതൊരു ഗ്രില്ല് വെച്ച് കൊടുക്കാം. മതി മതി മതി. ആ ഇത് കറക്റ്റില്ലേ ഗ്രില്ല്. നല്ല ചൂടായില്ലേ. ഇരിക്കാൻ വെച്ചോളാം. പതുക്കെ നടുക്ക് മാത്രം കിട്ടിയാൽ മതി. പതുക്കൊന്ന് മീൻ പൊട്ടി വരുമോ? ഇല്ല. ചൂടാക്കി ഗ്രിൽ ചെയ്യണം. നടക്കട്ടെ. ഈ കട്ടൻ പതുക്കെ. ആഹാ, ഇലയൊക്കെ കരിഞ്ഞു തുടങ്ങിയല്ലേ. നമ്മൾ മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ടാ. ഒരു 5 മിനിറ്റ് അല്ലേ. നല്ല മണം, നല്ല വാഴല്ലയും മീൻ്റെ ഒക്കെ കൂടി. നമുക്ക് ഇറക്കാം. മതി, സംഗതി വെന്ത് നല്ല മണം. ചൂടാട്ടാ. മെല്ലെ മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അടിപൊളി. നമ്മുടെ നാര് കെട്ടിയതൊക്കെ കരിഞ്ഞു പോയി, കമ്പി മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കമ്പി കെട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് പതുക്കെ തുറന്ന് അടിപൊളിയിട്ടാ രതീഷേ. പൊളി. ആഹാ, എന്താ സ്ട്രക്ചർ അല്ലേ. വാഴലയിൽ ചുട്ട മീൻ എന്ന് പറഞ്ഞാൽ അടിപൊളി അല്ലേ. ഭയങ്കര മണം. പൊളി. നമുക്കത് ടേസ്റ്റ് നോക്കാം. നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് കുക്കുമ്പർ, സലാഡ് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നാരങ്ങ പിഴിഞ്ഞാലല്ലേ എൻ്റെ രുചി. നമുക്കിത് മീനിൻ്റെ വെന്തതിൻ്റെ ഇത് നോക്കട്ടാ. ശരിക്കും നല്ലതാ, സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ടാ. ഷക്കീറാ തട്ടി നോക്കി, എങ്ങനെ ഉണ്ട് നോക്കി. മസാലയൊക്കെ എടുത്തിട്ടേ. പൊളി സംഭവം കേട്ടാ. ഏകദേശം കഴിക്ക്. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ സൂപ്പർ കേട്ടാ. പിന്നെ ഇത് സാധനം കിങ് ഫിഷ് അല്ലേ.
കഴിച്ചോ പൊളി സാധനം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ സൈഡ് ഇത് നിർത്താം. അതെ നമുക്ക് മുഴുവൻ ഇതാക്കണ്ട, നമുക്ക് ഈ സൈഡ് ഇങ്ങനെ കഴിക്കാം അല്ലേ? അതെ, ബാക്കി നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. അപ്പോൾ വെച്ചപ്പോൾ ചന്തത്തിന് വേണ്ടി അങ്ങനെ മുഴുവൻ വെച്ചാണ്. ഇത് എങ്ങനെയുണ്ടാ? അടിപൊളി. അടിപൊളിയല്ലേ? അപാര ടേസ്റ്റ് കിട്ടാ സാധനം. ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ല, അടിപൊളി. അതിൻ്റെ സ്ട്രക്ചറൊക്കെ നോക്കിയേ. അതാ ഇതിൻ്റെ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ സൂപ്പർ. കഴിക്കും കഴിക്കും. വീത്ത തല ഇതാ തലയൊക്കെ ഉണ്ടാ എല്ലാം എന്ത് സൂപ്പർ സാധനമാണ്. അതിൻ്റെ ഉള്ളിൽ നല്ലൊരു സംഭവം ഉണ്ട്. രതീഷിന് അറിയാം. രതീഷ് ആള് ഒരു ദിവസം എവിടെയൊക്കെ പോയി ഇരുന്നിട്ട് വന്നിട്ടേ അയ്യോ ഒരു ടേസ്റ്റ് അവനെ അറിയുള്ളൂ. ഈ ഭാഗത്തെയാണ് ശരിക്കും നല്ല ടേസ്റ്റ്. ഇത് കഴിച്ചു തലയെ സുട്ട തലയാണ് നിൽക്കുന്നതാണ്. അവൻ തൻ്റെ ഭാവം അവൻ അറിയാം. ടേസ്റ്റ് സംഭവം അറിയാം. ഇത് മീൻ കഴിക്കും. കണ്ണു വേണം. കണ്ണൊക്കെ പോയി വന്ന് തുടങ്ങി. തരാതരല്ല എല്ലാ ഭാഗവും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ സംഭവം നമ്മൾ പകുതി മുറിച്ച് മാറ്റി. ഇത് നമ്മുടെ പകുതി നമ്മുടെ പിള്ളേർക്ക് കൊടുക്കാം അല്ലേ? അപ്പോൾ നമ്മളെല്ലാം കൂടി കുഴക്കേണ്ട കൊണ്ടാണ് നമ്മൾ പകുതി മുറിച്ച് മാറ്റിയത്. സംഗതി എന്തായാലും അടിപൊളി അല്ലേ സക്കീർണ? സംഭവം സൂപ്പർ കേട്ടാ. തല ഭയങ്കര ടേസ്റ്റ് കിട്ടാം. എന്താ കിങ് ഫിഷിൻ്റെ തല പറഞ്ഞാൽ അത്ര രുചിയുണ്ടാ ഞാൻ വിചാരിച്ചില്ല അല്ലേ? നല്ല ടേസ്റ്റ്, ചുട്ടതിൻ്റെ ഒരു ടേസ്റ്റാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പതുക്കെ ഇത് കഴിച്ച് തീർക്കാം. പതുക്കെ ആവുള്ളൂ, ക്ഷമയോടെ ആവുള്ളൂ. ഭയങ്കര ചൂടുണ്ട് ഇതിന്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് കൂടി വിളിച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചേർന്നിരിക്കും. അപ്പോൾ സംഗതി എന്തായാലും പതുക്കെ ഞങ്ങൾ കഴിച്ച് തീർക്കാം. അപ്പോൾ ഇതിലും നല്ല അടിപൊളി വീഡിയോ വീണ്ടും കാണാം. ബൈ.